കോഴിക്കോട് കുറ്റിച്ചിറ സ്കൂളിൽ നിന്നും അഭിജിത്ത് കൂടിയുണ്ട്. വിവിധ ജില്ലകളിലെ സാഹചര്യം നോക്കാം. അഭിജിത്ത്, ഇവിടെ ഇപ്പോൾ കോഴിക്കോട് പരീക്ഷയും മാറ്റിവെച്ചല്ലോ, അവിടെ എന്താണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ പറയുന്നത്? നിലവിലിപ്പോൾ കുറ്റിച്ചിറ സ്കൂളിലേക്ക് ഈ PSC പരീക്ഷയ്ക്കായി നിരവധി ആളുകൾ എത്തിയിരുന്നു. അവർ പലരും ഈ പരീക്ഷ ക്യാൻസൽ ചെയ്തു എന്നുള്ള വിവരം അറിഞ്ഞിരുന്നില്ല. അതിനുശേഷം മടങ്ങിപ്പോയ നിരവധി ആളുകളെ നമ്മൾ ഇവിടെ കാണുകയും ചെയ്തിട്ടുണ്ട്. ഒട്ടേറെ പേരാണ് പരീക്ഷ ക്യാൻസൽ ചെയ്തിട്ടില്ല, അതായത് പരീക്ഷ നടക്കും എന്നറിഞ്ഞ് ഇവിടേക്ക് എത്തിയത്. പലരും നമ്മുടെ മുന്നിൽ തന്നെ നിരവധി ആളുകൾ മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. നിരവധി ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു സ്മൃതി. ഒട്ടേറെ പേർ ഇവിടെ നിന്ന് പോവുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കാനായി കഴിഞ്ഞത് ഇവിടെ നിന്ന് അറിയിക്കുകയായിരുന്നു എക്സാം ഇന്നില്ല, ക്യാൻസൽ ചെയ്തു എന്നുള്ള വിവരം അറിയിച്ചു എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒട്ടനവധി പേർ ഇവിടേക്ക് എത്തിയിരുന്നു. നിലവിലിപ്പോൾ അല്പസമയം മുൻപ് വരെ ആളുകൾ ഉണ്ടായിരുന്നു. നിലവിലിപ്പോൾ ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തിട്ടുണ്ട് സ്മൃതി. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇവരാരും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ വരാം പ്രസാദ്. ഇപ്പോൾ ഈ PSCയുടെ വാർത്താക്കുറിപ്പും പുറത്തിറങ്ങിയിരിക്കുകയാണ്. പരീക്ഷ റദ്ദാക്കിയ കാര്യം പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്നാണ് പറയുന്നത്, അല്ലേ? അതന്നെയാണ് സ്മൃതി. വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങിയിരിക്കുന്നു. ആലപ്പുഴ ജില്ലയിലെ ഒരു പരീക്ഷാ കേന്ദ്രത്തിൽ ചോദ്യപേപ്പർ മാറിയതിനാൽ ഇന്നത്തെ 18/7/2026 ഉച്ചയ്ക്ക് ശേഷം നടത്താനിരുന്ന വിവിധ കമ്പനി കോർപ്പറേഷനുകളിലെ ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് ഉൾപ്പെടെയുള്ള തസ്തികകൾക്കായുള്ള 10ാം തരം പൊതു പ്രാഥമിക പരീക്ഷ റദ്ദ് ചെയ്തിരിക്കുന്നു. ഇതേ തസ്തികയ്ക്കായി രാവിലെ നടത്തിയ പൊതു പ്രാഥമിക പരീക്ഷ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുമുണ്ട്. പുതുക്കിയ പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കും എന്നാണ് PSC സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത്. അതായത് ആലപ്പുഴയിലെ ഒരു പരീക്ഷാ കേന്ദ്രത്തിൽ ചോദ്യപേപ്പർ മാറിയെന്ന് സമ്മതിക്കുകയാണ് PSC എന്നുള്ളതാണ്. പുതുക്കിയ പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കുകയും ചെയ്യും. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം 10,000-കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് ഇത് എഴുതുന്നത്. അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇതുമൂലം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഏറ്റവും ഗുരുതരമായ പിഴവ്, സംഭവിച്ചുകൂടാത്ത പിഴവ്, സമീപകാലത്ത് ഒരുപാട് വിവാദങ്ങളിലാകുന്ന PSCയിൽ നിന്നും അടുത്ത സംഭവം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ശരി പ്രസാദ്, ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ ഒരൊറ്റ പരീക്ഷാ കേന്ദ്രത്തിൽ ചോദ്യപേപ്പർ മാറിയതോടുകൂടി തന്നെ എല്ലായിടത്തെയും പരീക്ഷ റദ്ദാക്കേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. ഗുരുതരമായ പിഴവ് സംഭവിച്ചു എന്നുള്ളതാണ്. ചോദ്യപേപ്പർ മാറിപ്പോയതിനാൽ ഇന്ന് ഉച്ചയ്ക്ക് നടത്താനിരുന്ന വിവിധ കമ്പനി കോർപ്പറേഷനിലെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് ഉൾപ്പെടെയുള്ള തസ്തികകൾക്കായുള്ള 10ാം തരം പൊതു പ്രാഥമിക പരീക്ഷ റദ്ദ് ചെയ്തിരിക്കുന്നു എന്ന അറിയിപ്പാണ് PSC ഇപ്പോൾ നൽകുന്നത്. ഇതേ തസ്തികയ്ക്കായി രാവിലെ നടത്തിയ പൊതുപരീക്ഷ വിജയകരമായി എന്ന ഒരു വാദം കൂടി പറയുന്നുണ്ട്. പുതുക്കിയ പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കുന്നതാണ് എന്നാണ് ഇപ്പോൾ PSC അറിയിച്ചിരിക്കുന്നത്. ഞാൻ കോഴിക്കോട്ടേക്ക് വീണ്ടും പോവുകയാണ്. കുറ്റിച്ചിറ സ്കൂളിന് മുന്നിൽ അഭിജിത്ത് ഉണ്ട്. അഭിജിത്ത്, അവിടെ ഉദ്യോഗാർത്ഥികളുടെ പ്രതികരണം നമുക്ക് ആരായാം. PSCയുടെ വാർത്താക്കുറിപ്പും ഇതിനകം പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഈ പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും സ്മൃതി, നിരവധി ആളുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പരീക്ഷ മാറ്റിവെച്ചു, ക്യാൻസൽ ചെയ്തു എന്നത് അറിയാതെ ഇവിടേക്ക് എത്തിയിരുന്നു. നിങ്ങൾ PSC പരീക്ഷയ്ക്ക് വന്നു? അതെ. അറിഞ്ഞിരുന്നോ ഇതിങ്ങനെ ക്യാൻസൽ ചെയ്തു? ഇല്ല. എത്തുന്നത് വരെ അറിഞ്ഞിരുന്നില്ല. ഇല്ല. എന്താ ഇപ്പോൾ ഇവിടുന്ന് നൽകിയ വിവരം എന്താ? ഇവിടുന്ന് പറഞ്ഞത് ഉച്ചത്തെ സെഷൻ ക്യാൻസൽ ആക്കിയെന്നാണ്. എന്താ കാരണം എന്ന് പറഞ്ഞു? കാരണം എന്താന്ന് പറഞ്ഞില്ല. രാവിലെ നടന്ന എന്തോ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ മാറിപ്പോയിരുന്നു, അങ്ങനെ എന്താണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് അനൗൺസ്മെൻറ്റ് കിട്ടിയത്. പിന്നീട് അറിയിക്കാമെന്ന് പറഞ്ഞു. പ്രൊഫൈലിൽ വരുമായിരിക്കും അടുത്ത പരീക്ഷയുടെ കാര്യം. നിങ്ങളപ്പോൾ ഇവിടെ എത്തുന്നത് വരെ ഇവർ അറിഞ്ഞിരുന്നില്ല? ഇല്ല, അറിഞ്ഞിട്ടില്ല.